ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിയോമാറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ സെറ്റ് തിയറി നമ്മൾ പഠിച്ചു, കോമ്പിനേഷൻസ് ഒന്ന് റിവൈസ് ചെയ്തു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള സംഭവം. സെറ്റ് തിയറി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആക്സിയോമാറ്റിക് തിയറി നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ആക്സിയോമാറ്റിക് പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നോക്കാം. അതൊരു മോഡേൺ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസിക്കൽ അപ്രോച്ച് പഠിച്ചു, പിന്നെ എംപിറിക്കൽ അപ്രോച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ആക്സിയോമാറ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് അതെന്താണെന്ന് നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് സാമ്പിൾ സ്പേസ് എന്താണെന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. ദ ഓൾ പോസിബിൾ ഔട്ട്കംസ്, അതാണ് സാമ്പിൾ സ്പേസ്, അതറിയാം. അപ്പം ആ സാമ്പിൾ സ്പേസിലെ എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എസ് എ ഇസ് ദ എനി ഇവൻറ്റ്, ഏതെങ്കിലും ഒരു ഇവൻറ്റ് ആയിക്കോട്ടെ. ദെൻ പി ഇസ് ദ പ്രോബബിലിറ്റി മെഷർ. ഓക്കെ, പി ഒരു പ്രോബബിലിറ്റി മെഷറാണ്. ദെൻ പി ഓഫ് എ, then what is P of A? P of A is the probability of the measure of the event A if P satisfies these three conditions. Okay, P of A എന്ന് പറഞ്ഞാൽ നമ്മൾ P എഴുതിയിട്ട് പ്രാക്ടിക്കലി എഴുതുന്നല്ലേ. It is the probability of an event A if it satisfies, if the P satisfies these three conditions. അപ്പോൾ ഇത് ഏതൊക്കെ കണ്ടീഷൻസാണ്? ഒന്ന് 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലാണ് ആ P of A എങ്കിൽ ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ P of A ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ P of S ഈക്വൽ ടു 1 ആവാം. അതായത് സാമ്പിൾ സ്പേസ് ഞാൻ പറഞ്ഞു P of S അല്ലേ ഇസ് ഈക്വൽ ടു 1 ആവാം. അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ P of A യൂണിയൻ B is equal to P of A plus P of B. In finite case, or P of A1 union P of A1 union A2 union etc. is equal to P of A1 plus P of A2 plus etc. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? P of A ഷുഡ് ലൈ ഇൻ ബിറ്റ്വീൻ 0 and 1. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പോർഷൻ തന്നെയാണ് അല്ലേ. റിപ്പീറ്റഡ് ആയിട്ട് ട്രയൽസ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊപ്പോർഷൻസ് ആണ്. അപ്പോൾ പ്രൊപ്പോർഷൻസ് ഏതിൻ്റെ ഉള്ളിലേ വരാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ? 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലുള്ള പ്രൊപ്പോർഷൻ ആവാൻ പാടുള്ളൂ. ഓക്കെ, 0ൻ്റെയും 1ൻ്റെയും ഉള്ളിൽ, ഐദർ 0 or 1 or in between അല്ലേ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ P of A ഈക്വൽ ടു 0. ഏറ്റവും ലീസ്റ്റ് ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള ലീസ്റ്റ് ഓപ്ഷൻ 0, അതായത് ഒന്നും ഇല്ലാതെ ഇരിക്കാം, ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ഫുൾ ഓപ്ഷൻ, ദാറ്റ് ഇസ് P of S is equal to 1. ഓക്കെ, നെക്സ്റ്റ് P of S എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് കേട്ടോ. P of A union B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരുപാട് പ്രോബബിലിറ്റീസ് ഒരുമിച്ചിട്ട് ഹാപ്പൻ ചെയ്യുന്നതിനാണ് P of A union B എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പ്രോബബിലിറ്റീസ് ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ രണ്ട് പ്രോബബിലിറ്റീസ് തമ്മിൽ ആഡ് ചെയ്യുന്നു, സം ചെയ്യുന്നു. ഓക്കെ, അതായത് P of A പ്ലസ് P of B. അതേപോലെ നമ്മളിപ്പം ഇത് ഫൈനൈറ്റ് കേസിൽ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ഇൻഫിനിറ്റ് കേസിൽ, അതായത് P of A1 യൂണിയൻ P of A2 യൂണിയൻ P of A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര എന്ന് പറയുമ്പോൾ ആ ഓരോ പ്രോബബിലിറ്റീസും ആഡപ്പ് ചെയ്തിട്ട് വരും. അപ്പം ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ആക്സിയോമാറ്റിക് പ്രോബബിലിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് മൂന്ന് കണ്ടീഷൻ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു P of A ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, P of S is equal to 1 and P of A union B is equal to P of A plus P of B. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ എഴുതിയെന്നുള്ളൂ, ഫൈനൈറ്റ് രീതിയിലും ഇൻഫിനിറ്റ് രീതിയിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്താണെന്നറിയാം. വെൻ S is a sample space and A is any event, then P is a measure, probability measure, then the probability of an event A, that is P of A, is to be happen, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ then it should satisfy some conditions. Which are the conditions? These are the three conditions. 0 less than or equal to P of A less than or equal to 1, and P of S is equal to 1, and P of A union B is equal to P of A plus P of B. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സിയോമാറ്റിക് പ്രോബബിലിറ്റി അപ്രോച്ചിന് സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത റൂളിലേക്ക് പോവാണ്. അടുത്തത് അഡീഷൻ റൂളാണ്. ഓക്കെ, അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി. അഡീഷൻ റൂൾ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ആദ്യം നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്താണെന്ന് നോക്കാം. ആണെങ്കിൽ ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടെയിലും ഒരുമിച്ചിട്ട് വരില്ല അല്ലേ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. അത് കോമൺ ആയിട്ടുള്ള ഒരു കേസ് ഇല്ലാത്ത കേസിലാണെങ്കിൽ എന്തായിരിക്കും ഫോർമുല? ദാറ്റ് ഈസ് P of A union B is equal to P of A plus P of B. P of A plus P of B. Okay, ഇപ്പോൾ from a well shuffled cards to get a queen and a king, it is a mutually exclusive event അല്ലേ. കിങ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ് ടു ഗെറ്റ് എ കിങ് എന്ന് പറഞ്ഞാൽ എത്രയാ? 4/52 അല്ലേ. പിന്നെയോ ടു ഗെറ്റ് എ ക്വീൻ എന്ന് പറഞ്ഞാൽ 4/52. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് and a queen or a queen? Okay,
വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ കിങ് ഓർ എ ക്വീൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിങ് കിട്ടാനുള്ള ചാൻസ് 4/52, ക്വീൻ കിട്ടാനുള്ള ചാൻസ് 4/52. ദാറ്റ് ഇസ് 4/52 പ്ലസ് 4/52 ഇസ് 8/52 അല്ലേ? 8/52 ആണ്. അറിയാലോ അല്ലേ? LCM എടുക്കാൻ സെയിം ആണ്. ഡിനോമിനേറ്ററിലെങ്കിൽ ജസ്റ്റ് താഴെ അതേപോലെ തന്നെ ഡിവൈഡ് ബൈ 52 എന്ന് എഴുതാം. എന്നിട്ട് മുകളിലുള്ള രണ്ടും ആഡ് ചെയ്തേക്കാം. ദാറ്റ് ഇസ് 8/52. എന്നിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 4s 2 26, 2 2s 2 13. ദാറ്റ് ഇസ് ആൻസർ ഇസ് ഈക്വൽ ടു 2/13 അല്ലേ? അപ്പം കേസാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പം നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അപ്പോൾ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാഗം കൂടെ ഉണ്ടാവില്ലേ? അതിന് നമുക്ക് മൈനസ് ചെയ്ത് പോകണം. കാരണം അതെന്താന്നുള്ളത് പറഞ്ഞുതരാം. മൈനസ് ഓഫ് പി ഓഫ് എ യൂണിയൻ ബി. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൻ എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ് വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് ഓർ എ സ്പേഡ്? ഏസും സ്പേഡും കേട്ടോ. പി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് ഓർ എ സ്പേഡ്. അപ്പം ഓർ എന്ന് പറയുമ്പോൾ തന്നെ അത് യൂണിയൻ എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ ഫോമുല എങ്ങനെയായിട്ട് മാറും? പി ഓഫ് ഏസ് പ്ലസ് പി ഓഫ് സ്പേഡ് മൈനസ് പി ഓഫ് ഏസ് ഇന്റർസെക്ഷൻ സ്പേഡ്. ഈ ഇന്റർസെക്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ പി ഓഫ് ഏസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പി ഓഫ് ഏസ് എന്ന് പറഞ്ഞാൽ ഏസ് കിട്ടാൻ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എൻ ഏസ് നമുക്കറിയാം 4 ഏസ് ആണുള്ളത്. അപ്പോൾ ഒരു വെൽ ഷഫിൾഡ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 52ൽ 4 അല്ലേ? 4 ഔട്ട് ഓഫ് 52. പിന്നെ ആക്ച്വലി ഇത് 4C1/52C1 ആണ്. അതവിടെ നിന്ന് കേട്ടോ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ വെച്ചിട്ടാണ്, അത് മാത്രമേ മതി. ഇനി പി ഓഫ് സ്പേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്പേഡ് എത്ര എണ്ണം ഉണ്ടാവും? മൊത്തം സ്പേഡുകൾ എത്ര ഉണ്ടാവും? സ്പേഡ് ആ മരം പോലത്തെ ചിഹ്നല്ലേ, അത് എത്ര ഉണ്ടാവും? 13 ഉണ്ടാവും. അപ്പോൾ 13/52. ഇനി മൈനസ്. ഈ മൈനസ് എന്താ പറയാൻ കാരണം വെച്ചാൽ ഈ 4/52ന്റെ അകത്ത് എന്താണ്? ഏസ് എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള ഏസ് ഉണ്ട് അല്ലേ? ഏതൊക്കെ തരത്തിലുള്ളതാണ്? ഒന്ന് ഒരു ഫ്ലവർ പോലത്തേത്, ഒന്ന് ഈ പറഞ്ഞ മരം പോലത്തെ സ്പേഡ് അല്ലേ, പിന്നെ ഒന്ന് ഹാർട്ട് ഉണ്ടാവും, ഒന്ന് ഡയമണ്ട് ഉണ്ടാവും അല്ലേ? ഇതിൽ ഈ 13 കാർഡ്സിലും ഈ പറഞ്ഞ ഏസ് ഉണ്ടാവില്ലേ? ഈ പറഞ്ഞ 13 കാർഡ്സിലും ഏസ് ഉണ്ടാവും അല്ലേ? 13 കാർഡ്സ് തന്നെ അവിടെ എന്താണ്? A1 to A up to 10 J Q K. ഇതാണ് 13 കാർഡ്സ് ഉണ്ടാവുക. അതിൽ ഏസ് എന്ന് പറയുന്നത് ഈ സാധനമല്ലേ? സോറി, സ്പേഡ് എന്ന് പറഞ്ഞാൽ ഈ സാധനമല്ലേ അല്ലേ? അതായത് ഈ 13 കാർഡ്സിൽ ഏസ് വരുന്നുണ്ട്, ഈ 4 കാർഡ്സിൽ ഈ ഏസ് വരുന്നുണ്ട്. അപ്പൊ രണ്ടിലും ആര് കോമൺ ആയിപ്പോയി? ഈ രണ്ടിലും നമ്മളിപ്പോൾ ആഡ് ചെയ്തപ്പം ഈ ഒരാളെ മെനക്കെട്ട് 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്തു പോയി. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം അങ്ങോട്ട് മൈനസ് ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കോമൺ, ഇവിടെ ഏസ് ആൻഡ് സ്പേഡ് എന്ന് പറയുമ്പോൾ കോമൺ ടു ബോത്ത്. അപ്പൊ രണ്ടിലും കോമൺ ആരാണ്? ഈ ഒരാളാണ് അല്ലെ? രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരാണ്? ഒറ്റ കാർഡേ ഉള്ളൂ, ഏസ് മാത്രം, ബാക്കിയൊന്നും കോമൺ അല്ല. അപ്പൊ നമ്മൾ അവിടെ എഴുതി വെക്കുക 1/52. അപ്പൊ എന്താണ് മനസ്സിലായോ? നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും വ്യത്യസ്തമായിരിക്കും അല്ലെ? നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കോമൺ ആയിട്ട് വന്നു പോകും. അതാണ് നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. പി ഓഫ് എസ്, അതായത് ഇപ്പൊ ഞാനിപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട്സ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് ഓർ എ സ്പേഡ്? ഓക്കെ, അപ്പൊ കാർഡിലെയാണ്. അപ്പം ഏസ് ഓർ എ സ്പേഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓർ എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്. യൂണിയൻ ഓർ വരുമ്പോൾ യൂണിയൻ ആട്ടോ. അത് ഒന്നുകൂടെ എപ്പോഴും ഓർമ്മിച്ച് വെക്കണം. ഓർമ്മിക്കാൻ നമ്മൾ ബോക്സിലിട്ട് വെക്കാം. യു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറും ഇന്റർസെക്ഷൻ പറഞ്ഞാൽ ആൻഡുമാണ്. ഓക്കെ, അപ്പം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇതാണ് നമ്മുടെ ഫോർമുല. ഇത് നമുക്ക് നേരത്തെ പഠിച്ച സെറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പറിലാണ് ഞാൻ പറഞ്ഞു, അവിടെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതേപോലെ തന്നെ അവിടെ നമ്മൾ നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ പ്രോബിലിറ്റി ആണ് പറയുന്നത്. അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ ഇതാണ് സെറ്റ് തിയറിയായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എസ് ഓർ സ്പേഡ് എന്നാണെങ്കിൽ പി ഓഫ് എസ് പ്ലസ് പി ഓഫ് സ്പേഡ് മൈനസ് പി ഓഫ് എസ് ഇന്റർസെക്ഷൻ സ്പേഡ്. ഈ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏസ് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? ഇതിലും കോമൺ ആയിട്ട്, ഈ 4 ഏസിലും ആര് കോമൺ ആയിട്ട് വരുന്നുണ്ട്? സ്പേഡിലെ ഏസ്. ഇവിടെയും ആര് കോമൺ ആയിട്ട് വരുന്നുണ്ട്? സ്പേഡിലുള്ള ഏസ്. അതാണ് ഈ കോമൺ സംഭവം. ഓക്കെ,
പി ഓഫ് എയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 4 എയ്സ് ആണുള്ളത്. 4/52 മൊത്തം സ്പേഡ് എന്ന് പറയുന്നത് 13 13/82 മൈനസ് 1/52. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരേ എയ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് 1/52. ഓക്കെ, 1 കാർഡ് ഇസ് കോമൺ ടു ബോത്ത്, സോ 1/52. ഇനി നമുക്ക് പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാം. എല്ലായിടത്തും സെയിം ആണ്, എല്ലായിടത്തും by52 എന്ന് കാണുമ്പോൾ ഒട്ടാകെ ഒരുമിച്ചിട്ട് ഒറ്റ 52 അവിടെ എഴുതി വെക്കുക. എന്നിട്ട് 4 + 13 - 1, that is 4 + 13 is 17, 17 - 1 is 16, 16/52. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമുക്ക് ചെറുതാക്കുമ്പോൾ എന്ന് കിട്ടും 2 8s 2 26, 2 4s 2 13s. അപ്പോൾ 4/13 ആണ് നമ്മൾ ആൻസർ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നിർത്തുവാണെങ്കിൽ അങ്ങനെ നിർത്തിക്കുക, കുഴപ്പമൊന്നുമില്ല, ആൻസർ ശരിയാണ്. ഇനി അതെല്ലാം നമുക്കൊന്നുകൊണ്ട് ചെറുതാക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ ചെറുതാക്കിക്കോളൂ കേട്ടോ. 4 4s and 4 13s. ഓക്കെ, അപ്പം എഡിഷൻ തിയറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ എഡിഷൻ തിയറത്തില്ല മ്യൂച്വലി എക്സ്ക്ലൂസീവ്, നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ഇതിൻ്റെ ബേസിലൊരു പ്രോബ്ലം ഞാൻ തരാം.